ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്ത് ചെയ്യാണ്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇന്ന് എനിക്കൊരു PSCയുടെ എക്സാമും ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് കുറേ കാര്യങ്ങളും വീട്ടിലുണ്ട്. രാവിലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾക്കൊക്കെ ശേഷം ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ആ സ്കൂളിലോട്ട് പോയിട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ചു. ഈ സ്കൂളിലെ കാണാനൊക്കെ കൊള്ളാം, നല്ല പ്രകൃതി രമണീയതയൊക്കെ ഉള്ള സ്കൂളാണെങ്കിലും ഇവിടുത്തെ ടോയ്ലറ്റിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. വെക്കേഷൻ ടൈമിൽ ഇത്രയും വൃത്തിയില്ലെങ്കിൽ കുട്ടികളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ എക്സാം അത്യാവശ്യം നല്ല ടഫായിരുന്നു. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് എനിക്ക് ചെയ്യേണ്ട കുറച്ചധികം വർക്ക്സ് ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മെയിൽസൊക്കെ അയക്കണമായിരുന്നു, അപ്ഡേഷൻസ് ഒക്കെ നോക്കണമായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഇൻറ്റേൺഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഞാൻ ഈ ചെയ്യുന്ന ഇൻറ്റേൺഷിപ്സും കാര്യങ്ങളും ശരിക്കും എനിക്കൊരു റിലീഫും കൂടെയാണ്. കാരണം ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്തിട്ട് എനിക്കൊരു സമാധാനം കൂടി തരുന്നതാണ്. അപ്പോൾ ആ ഒരു വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. മഴയൊക്കെ കുറഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ചെടി റീപോർട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ മഴയൊക്കെ കുറച്ച് തോരുന്ന സമയത്ത് നമുക്കിത് റീപോർട്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ചെടികളുടെ അടുത്തുകൂടെ എത്താനുണ്ട്. ഈ ഒരു റോസ എങ്ങനെയുണ്ട്? ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ വീട്ടിലൊരു റോസാ ചെടി പൂക്കുന്നത് കാണണം എന്ന്. പക്ഷേ ആദ്യം ഇനിഷ്യലി നമ്മൾ നടുന്ന ഒരു റോസയും പിടിക്കാറില്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പിടിച്ച റോസയാണ് ഈ ഒരു വെള്ള റോസ. അതിൻ്റേതായിട്ടുള്ള സ്നേഹവും പരിപാലനവും ഒക്കെ അതിന് കിട്ടുന്നുണ്ട്. പിന്നില്ലേ, എൻ്റെ വീട്ടിൽ നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള കയ്യോന്നി, കറ്റാർ വാഴയൊക്കെ നമ്മളിവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പൊതുവേ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ക്ലൗഡിയാണ്, ആകാശത്ത് നോക്കുമ്പോൾ അറിയാം. എനിക്ക് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പോഴും ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലികളല്ല. എനിക്ക് തോന്നുവാണെങ്കിൽ ഇതൊക്കെ ചെയ്യും. ഞാൻ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം. മഴയാണെങ്കിലും കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ കുടിക്കാമെന്ന് ഞാൻ ഇടയ്ക്ക് വിചാരിക്കും. എന്നിട്ടില്ലേ, ഈവനിങ് നമ്മളെ മഴയൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ വീണ്ടും മുറ്റമൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ മുറ്റം അടിക്കുകയാണെങ്കിൽ ആ ഒരു മുറ്റത്തുള്ള ഇലകളൊന്നും കംപ്ലീറ്റ് ആയിട്ട് നീങ്ങില്ല. എന്നാലും നമുക്കതൊക്കെ ചെയ്തേ പറ്റൂ. കാരണം ഒരുപാടായാൽ പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു സിമ്പിൾ ഡേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.